സൗദിയിൽ തൊഴിൽ കരാർ ഓൺലൈൻ വൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി തൊഴിൽ മന്ത്രി. പരിഷ്കരിച്ച തൊഴിൽ കരാറിൽ 3 സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ സംവിധാനം 8 മാസത്തിനകം പ്രവർത്തന സജ്ജമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഓൺലൈൻ വഴി തൊഴിൽ കരാർ രൂപപ്പെടുത്തുവാനുള്ള പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നിലവിലെ തൊഴിൽ കരാർ പരിഷ്കരിച്ച് ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറുവാനുള്ള പ്രവർത്തനങ്ങൾ മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട്. തൊഴിൽ സാമൂഹിക വികസന വകുപ്പ് മന്ത്രി അഹമ്മദ് അൽ രാജി അറിയിച്ചതാണ് ഇക്കാര്യം. പുതിയ സംവിധാനം 8 മാസത്തിനകം പ്രവർത്തന സജ്ജമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ മേഖലയിലെ തൊഴിൽ സാഹചര്യങ്ങൾ വികസിപ്പിക്കുക, പുനരധിവാസ പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ വിപണിയിലെ മത്സരാധിഷ്ഠിത സാഹചര്യം വളർത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കും മന്ത്രാലയം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനായി സ്വകാര്യ മേഖലയുമായി വിവിധ സർക്കാർ വകുപ്പുകൾ സഹകരിച്ച് പ്രവർത്തിക്കും. എക്സിറ്റ് വിസ, എക്സിറ്റ് റീ എൻട്രി വിസ, ഒരു തൊഴിലുടമയിൽ നിന്ന് മറ്റൊരു തൊഴിലുടമയിലേക്കുള്ള തൊഴിലാളിയുടെ കൈമാറ്റം തുടങ്ങിയ സേവനങ്ങൾ തൊഴിൽ കരാറിന്റെ പരിഷ്കരിച്ച കരടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിൽ കരാർ ഓൺലൈൻ വൽക്കരിക്കുന്നതോടെ തൊഴിലാളിക്ക് സ്വന്തം രാജ്യത്ത് വെച്ച് തന്നെ കരാർ വായിക്കുവാനും വ്യവസ്ഥകളിൽ യോജിക്കുന്ന പക്ഷം കരാർ രൂപപ്പെടുത്തുവാനും സാധിക്കുമെന്നതാണ് പുതിയ സംവിധാനത്തിന്റെ പ്രധാന പ്രത്യേകത. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. സൗദിയിൽ സ്പോൺസർഷിപ്പ് വ്യവസ്ഥ ലളിതമാക്കുമെന്ന് തൊഴിൽ മന്ത്രി അഹമ്മദ് അൽ രാജഹി. പ്രാദേശിക പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് വകുപ്പ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സൗദി തൊഴിൽ നിയമം പരിഷ്കരിച്ച് ഓൺലൈൻ വഴിയാക്കുന്നതിന്റെ ഭാഗമായാണ് വിദേശ ജോലിക്കാരുമായി ബന്ധപ്പെട്ട ഏതാനും നടപടികൾ ലഘൂകരിക്കുന്നത്. സ്പോൺസർഷിപ്പ് വ്യവസ്ഥയ്ക്ക് പുറമെ റീ എൻട്രി വിസ, എക്സിറ്റ് വിസ എന്നിവയുടെ നടപടികളും ലളിതമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വിദേശ ജോലിക്കാർ ഉൾപ്പെടെയുള്ള മാനവവിഭവശേഷി തൊഴിൽ വിപണിക്ക് ആവശ്യമായ തരത്തിൽ ലളിതമായി ലഭിക്കുന്നതിനാണ് സ്പോൺസർഷിപ്പ് നടപടികൾ ലഘൂകരിക്കുന്നത്. തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുക, കരാറിലെ വ്യവസ്ഥകൾ സുതാര്യമാക്കുക എന്നതും ഓൺലൈൻ കരാറിന്റെ ലക്ഷ്യമാണ്. തൊഴിൽ കരാറിന്റെ പരിഷ്കരിച്ച പതിപ്പ് 8 മാസത്തിനകം പ്രാബല്യത്തിൽ വരുമെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. മീഡിയ 1, റിയാദ്. കുവൈത്തിൽ കഴിഞ്ഞ വർഷം 58,000 പുതിയ വിദേശികൾ തൊഴിൽ മേഖലയിൽ പ്രവേശിച്ചുവെന്ന് റിപ്പോർട്ട്. 8,562 സ്വദേശികളടക്കം 66,562 പേരാണ് കഴിഞ്ഞ വർഷം സ്വകാര്യ മേഖലയിൽ തൊഴിൽ നേടിയത്. വിദേശികളിൽ 11,394 പേർ ഗാർഹിക തൊഴിലാളികളാണ്. ഇതോടെ രാജ്യത്തുള്ള ആകെ ഗാർഹിക തൊഴിലാളികൾ 6,48,000 ഗാർഹിക തൊഴിലാളികളടക്കം കുവൈത്തിലെ വിദേശികളുടെ എണ്ണം 23.8 ലക്ഷം എത്തിയതായി അധികൃതർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. സർക്കാർ മേഖലയിൽ 1,23,000 വിദേശികളാണുള്ളത്. സ്വകാര്യ മേഖലയിൽ കുവൈത്തികൾ ഒരു വർഷത്തിനിടെ 695 എണ്ണം മാത്രമാണ് കൂടിയത്. സർക്കാർ ആവുന്നത്ര പ്രോത്സാഹന നടപടികളും സഹായങ്ങളും ചെയ്തിട്ടും സ്വകാര്യ തൊഴിൽ മേഖലയിലേക്ക് സ്വദേശികളെ വേണ്ടത്ര ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. സ്വകാര്യ മേഖലയിൽ ജോലിയെടുക്കുന്ന ആകെ സ്വദേശികളുടെ എണ്ണം 63,104 മാത്രമാണ്. അതേസമയം പൊതുമേഖലയിൽ 3,30,50,000 ആണ്. കഴിഞ്ഞ വർഷം പൊതുമേഖലയിൽ 7,867 കുവൈത്തികൾ വർദ്ധിച്ചു. സ്വദേശിവൽക്കരണ നടപടികളുടെ ഫലമായി പൊതുമേഖലയിൽ കഴിഞ്ഞ വർഷം 987 വിദേശികൾ കുറയുകയാണ് ചെയ്തത്. മൊത്തം തൊഴിൽ വിപണിയിലെ സ്വദേശികളുടെ തോത് 17%. മീഡിയ 1, കുവൈറ്റ്. അസം പൗരത്വ ബില്ലിനെതിരെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ബില്ല് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണ്. ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നുവെന്ന ഇന്ത്യയുടെ പ്രചാരണം വസ്തുതാപരമല്ലെന്നും ഷെയ്ഖ് ഹസീന കുറ്റപ്പെടുത്തി. UAE സന്ദർശനവേളയിൽ ഗൾഫ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ വിമർശനം. പൗരത്വ ഭേദഗതി ബിൽ കൊണ്ടുവന്നതിലൂടെ ഇന്ത്യ എന്താണ് ലക്ഷ്യമാക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞു. ബംഗ്ലാദേശ് ഉൾപ്പെടെ അയൽ രാജ്യങ്ങളിലെ മതന്യൂനപക്ഷ പീഡനം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ ബിൽ കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി മാത്രമാണ് ബില്ല്. ബില്ലിനെതിരെ ഇന്ത്യയിൽ പോലും എതിർപ്പുണ്ട്. സംഘർഷം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ പ്രതീക്ഷിക്കില്ലെന്നാണ് കരുതുന്നതെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമസംഭവങ്ങളുണ്ടായപ്പോൾ തന്നെ ബംഗ്ലാദേശ് കടുത്ത നടപടി സ്വീകരിച്ചിരുന്നു. ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടമാണ് വേണ്ടതെന്നും അനാവശ്യ സംഘർഷങ്ങൾ ആർക്കും ഗുണം ചെയ്യില്ലെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി അബുദാബിയിലെത്തിയത്. മീഡിയ 1, അബുദാബി. ഖത്തർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സുരക്ഷാ ഉപകരണങ്ങൾക്ക് രാജ്യാന്തര അംഗീകാരം. കുവൈത്തിൽ നടന്ന രാജ്യാന്തര പ്രദർശനത്തിലാണ് നൂതന സുരക്ഷാ ഉപകരണങ്ങൾ നേട്ടം സ്വന്തമാക്കിയത്. വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ സംശയമുള്ള യാത്രക്കാരെക്കുറിച്ച് വിവരങ്ങൾ കൈമാറുന്ന സ്മാർട്ട് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേറ്റർ, സ്ഫോടക വസ്തുക്കളും ലഹരിമരുന്നും കണ്ടുപിടിക്കുന്ന സ്മാർട്ട് ഡിറ്റക്ടർ, സെക്യൂരിറ്റി റോബോട്ട്, സ്മാർട്ട് വെസ്റ്റ് എന്നീ ഉപകരണങ്ങൾ ഖത്തർ സ്വന്തമായി നിർമ്മിച്ച് പ്രവർത്തിച്ചു വരുന്നവയാണ്. കുവൈത്തിൽ നടന്ന രാജ്യാന്തര എക്സിബിഷനിൽ ഗ്രാൻഡ് പ്രൈസ് സ്വന്തമാക്കിയാണ് ഈ ഉപകരണങ്ങൾ ഖത്തറിന് അഭിമാനമായത്. നേരത്തെ ജനീവ രാജ്യാന്തര പ്രദർശനത്തിലും ഇവ 1ാം സ്ഥാനം സ്വന്തമാക്കിയതായി ഖത്തർ സുരക്ഷാ വിഭാഗമായ ലഖ്വിയയിലെ സാങ്കേതിക വിദ്യാ മേധാവി മേജർ ജനറൽ അലി ഹസൻ അൽ റാഷിദ് പറഞ്ഞു. We are proud that we represented our country in international occasions and we got the first place in the world. മുഖഭാവങ്ങളും ചലനങ്ങളും നിരീക്ഷിച്ച് കുറ്റവാളികളെ കണ്ടെത്താൻ സഹായിക്കുന്നവയാണ് സെക്യൂരിറ്റി റോബോട്ടും സ്മാർട്ട് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേറ്ററും.
ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ, കള്ളനോട്ടുകൾ, വ്യാജ ക്രെഡിറ്റ് കാർഡുകൾ എന്നിവ കണ്ടെത്താൻ ഇവയ്ക്ക് കഴിയും. തെർമൽ ക്യാമറകൾ, സെൻസറുകൾ, കമ്പ്യൂട്ടർ മോണിറ്ററുകൾ തുടങ്ങിയവ അടങ്ങിയതാണ് ഈ സെക്യൂരിറ്റി റോബോട്ട്. ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ കുറ്റമറ്റ സുരക്ഷ ഒരുക്കുന്നത് ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്. അന്താരാഷ്ട്ര തലത്തിലെ നേട്ടങ്ങൾക്ക് പുറമെ രാജ്യസുരക്ഷയ്ക്ക് കരുത്ത് പകരുന്നതിലും ഈ സ്വദേശി നിർമ്മിത ഉപകരണങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് അലി ഹസൻ അൽ റാഷിദ് ദോഹയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മീഡിയ 1 ദോഹ. വിദേശികളുടെ പാസ്പോർട്ടിലെ ഉൾപേജിലെ റെസിഡൻസി സ്റ്റിക്കർ പതിക്കുന്നത് കുവൈത്ത് അവസാനിപ്പിക്കുന്നു. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഖാലിദ് അൽ ജറാഹ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. റെസിഡൻസി സ്റ്റിക്കറിലെ വിവരങ്ങളെല്ലാം സിവിൽ ID കാർഡിലും ഉള്ളതിനാലാണ് പാസ്പോർട്ടിലെ സ്റ്റിക്കർ പതിക്കൽ നിർത്തുന്നത് എന്ന് താമസകാര്യ വകുപ്പ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി പറഞ്ഞു. കുവൈത്തിൽ 60 വയസ്സ് കഴിഞ്ഞ ബിരുദ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവരുടെ ഇഖാമ പുതുക്കി നൽകുന്നത് വിലക്കാൻ നീക്കം. മാൻപവർ പബ്ലിക് അതോറിറ്റി ഇത് സംബന്ധിച്ച് വൈകാതെ ഉത്തരവിറക്കുമെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഇത്തരം വിദേശികളെ രാജ്യത്ത് തുടരാൻ അനുവദിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് അതോറിറ്റിയിലെ ബോർഡ് മെമ്പർമാർ പറഞ്ഞു. ഉന്നത യോഗ്യതയുള്ളവരും ദീർഘകാലം സേവനം ചെയ്തു വരുന്നവരുമായ ആളുകളെ മാനുഷിക പരിഗണനകൾ വെച്ചും സേവനവും ആവശ്യകതയും കണക്കിലെടുത്ത് പ്രായം പരിഗണിക്കാതെ രാജ്യത്ത് തുടരാൻ അനുവദിക്കണമെന്ന് ബോർഡ് അംഗങ്ങൾ നിർദ്ദേശിച്ചു. അബുദാബിയിലെ റിം സ്ട്രീറ്റിന്റെ ഒരു ഭാഗം 2 മാസം അടച്ചിടുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. റിം ഐലൻഡിനെ അൽമാരിയ ഐലൻഡുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് വ്യാഴാഴ്ച രാത്രി 11 മുതൽ ഏപ്രിൽ 23 പുലർച്ചെ 5 വരെ അടച്ചിടുന്നത്. വാഹനങ്ങൾക്ക് സായിദ് ഫസ്റ്റ് സ്ട്രീറ്റിലെ ബദൽ റോഡ് ഉപയോഗിക്കാമെന്ന് വകുപ്പ് അറിയിപ്പിൽ വ്യക്തമാക്കി. മെർസ് കൊറോണ വൈറസ് ബാധിച്ച് ഒമാനിൽ ചികിത്സയിലുള്ളവരിൽ മലയാളി നഴ്സും. സുഹാർ സർക്കാർ ആശുപത്രിയിലെ നഴ്സാണ് ചികിത്സയിലുള്ളത്. ഒമാനിൽ ഈ വർഷം ഇതുവരെ 10 പേരിൽ മെർസ് കൊറോണ വൈറസ് ബാധ കണ്ടെത്തിയതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. വ്യാജ പ്രചാരണങ്ങളിൽ കുടുങ്ങരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വാർത്തകൾ മാത്രമേ കണക്കിലെടുക്കാൻ പാടുള്ളൂവെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 4000-ലധികം പൊതുശുചിത്വ നിയമലംഘനങ്ങളാണ് ഖത്തറിൽ കഴിഞ്ഞ വർഷം ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഈ നിയമലംഘനങ്ങളിൽ 50 ലക്ഷത്തിലധികം റിയാൽ പിഴ ഈടാക്കിയതായും അധികൃതർ അറിയിച്ചു. 300 റിയാൽ മുതൽ 6000 റിയാൽ വരെ ഇത്തരം കുറ്റങ്ങൾക്ക് പിഴ ഈടാക്കാൻ ഖത്തറിലെ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും പൊതുസ്ഥലങ്ങളിലും പാർപ്പിടങ്ങളിലും നിക്ഷേപിക്കുന്നത് പിടിക്കപ്പെട്ടാൽ 300 റിയാലാണ് ഖത്തറിൽ പിഴ ഈടാക്കുക. ടിഷ്യൂ പേപ്പർ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവ വലിച്ചെറിയുന്നത് കണ്ടെത്തിയാൽ 500 റിയാൽ പിഴ ലഭിക്കും. പൊതുസ്ഥലങ്ങളിലും ഹൈവേകളിലും നടപ്പാതകളിലും തുപ്പുന്നത് പിടിക്കപ്പെട്ടാൽ 500 റിയാൽ. ചെടികളുടെയും മരങ്ങളുടെയും അവശിഷ്ടങ്ങളും ചപ്പുചവറുകളും തള്ളുന്നവർക്ക് 500 റിയാൽ. അഴുക്കുവെള്ളം പൊതുസ്ഥലത്തൊഴുക്കിയാൽ 300 റിയാൽ. കെട്ടിടങ്ങളുടെ റോഡിനഭിമുഖമായുള്ള മട്ടുപ്പാവുകളിലും ജനലുകളിലും വസ്ത്രങ്ങളോ കാർപ്പറ്റുകളോ ഉണക്കാനിടുന്നത് കണ്ടെത്തിയാൽ 500 റിയാലും പിഴയിടും. വളർത്തുമൃഗങ്ങളുടെ വിസർജ്യങ്ങൾ നിക്ഷേപിച്ചാൽ 500 റിയാൽ. ഉപയോഗശൂന്യമായ വാഹനങ്ങളോ കളിപ്പാട്ടങ്ങളോ ഉപേക്ഷിക്കുന്നത് കണ്ടെത്തിയാൽ 1000 റിയാൽ. മണ്ണും മണലും മറ്റു കെട്ടിട നിർമ്മാണ അസംസ്കൃത വസ്തുക്കളും ശരിയായി മൂടാതെ ടിപ്പറുകളിൽ കൊണ്ടുപോകുന്നത് കണ്ടെത്തിയാൽ 2000 റിയാലാണ് പിഴ. ഇവ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നത് കണ്ടെത്തിയാൽ 6000 റിയാലും. ടാങ്കറുകളിൽ നിന്ന് ദ്രാവകങ്ങളോ മറ്റു വസ്തുക്കളോ റോഡുകളിലേക്ക് വീഴുന്നത് കണ്ടെത്തിയാൽ 3000 റിയാലും. എന്നിങ്ങനെയാണ് ഖത്തറിലെ നിയമമനുസരിച്ച് ഇത്തരം കുറ്റങ്ങൾക്ക് ഈടാക്കുന്ന പിഴകൾ. ഇത്തരം 4158 നിയമലംഘനങ്ങളാണ് കഴിഞ്ഞ വർഷം രാജ്യത്ത് പിടിക്കപ്പെട്ടത്. ഈടാക്കിയത് 50,73,760 റിയാൽ പിഴയും. മീഡിയ 1 ദോഹ. ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി ഇരട്ടിയിലധികമായതായി കണക്കുകൾ. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിലാണ് ഈ വർധനവെന്ന് ഇന്ത്യൻ വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നു. 2014-15 സാമ്പത്തിക വർഷത്തിൽ മൊത്തം 670 ദശലക്ഷം റിയാലിന്റെ സാധനങ്ങളാണ് ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്. 2017-18 കാലയളവിൽ ഇത് 1.64 ശതകോടി റിയാലായാണ് വർദ്ധിച്ചതെന്ന് ഇന്ത്യൻ സർക്കാരിന്റെ കയറ്റുമതി ഇറക്കുമതി ഡാറ്റാ ബുക്കിൽ കണക്കുകൾ കാണിക്കുന്നു. ഇന്ത്യയ്ക്കും ഒമാനിനുമിടയിൽ വ്യാപാരം വരും വർഷങ്ങളിൽ വർദ്ധിക്കാനിടയായെന്ന് അംബാസഡർ മനു മഹാവർ പറഞ്ഞു. സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ഒമാൻ വിവിധ മേഖലകളിൽ പരിഷ്കരണങ്ങൾ നടത്തിവരികയാണ്. ഒമാനിൽ ഇന്ത്യൻ കമ്പനികൾ നിരവധി നിക്ഷേപ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുഹാർ, സലാല ഫ്രീ സോണുകളിലെ മുൻനിര നിക്ഷേപകർ ഇന്ത്യൻ കമ്പനികളാണ്. ഇരു രാഷ്ട്രങ്ങളും തമ്മിലെ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കാൻ ഭരണതലത്തിലും നിരവധി പദ്ധതികൾ തയ്യാറാക്കി വരുന്നുണ്ട്. സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് തൻഫീദ് പദ്ധതിയിൽ ഊന്നൽ നൽകുന്ന കാർഷിക, ഫിഷറീസ്, ഖനന, ഊർജ്ജ, ഗതാഗത, ചരക്കുഗതാഗത മേഖലകളിൽ ഒമാനും ഇന്ത്യയും നല്ല പങ്കാളികളാകും. മീഡിയ 1 മസ്കറ്റ്. സുരക്ഷിതമായി എങ്ങനെ സ്കൂളിൽ പോയി വരാമെന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ദുബായ് RTA സ്മാർട്ട് സേഫ്റ്റി ബസ് പുറത്തിറക്കി. ബസ്സിൽ തയ്യാറാക്കിയ ക്ലാസ് മുറിയിലിരുന്ന് കുട്ടികൾക്ക് കളിയിലൂടെ റോഡ് സുരക്ഷ പഠിക്കാം. RTAക്ക് കീഴിലെ സ്കൂൾ ട്രാൻസ്പോർട്ട് സർവീസാണ് സുരക്ഷാ ബസ് സജ്ജമാക്കിയത്.
അടുത്ത മാസം മുതൽ സ്മാർട്ട് സേഫ്റ്റി ബസ് ദുബൈയിലെ സ്കൂളുകളിലെത്തും. അകത്ത് കയറിയാൽ എങ്ങനെ സുരക്ഷിതമായി സ്കൂൾ ബസ്സിൽ പ്രവേശിക്കണം എന്നത് മുതൽ വെർച്വൽ റിയാലിറ്റിയിൽ സ്കൂൾ ബസ് ഓടിക്കാൻ വരെ പരിശീലനം ലഭിക്കും. കുട്ടികളെ ഒട്ടും ബോറടിപ്പിക്കാത്ത വിധം 3D ഗെയിമുകളും ഇൻഫർമേഷൻ വാളുമൊക്കെ ഒരുക്കിയതാണ് ബസ്സിൻ്റെ ഉൾവശം. മാർച്ച് മുതൽ ദുബൈയിലെ ഓരോ സ്കൂളിലും ആഴ്ചയിൽ 2 ദിവസം ബസ് എത്തിച്ച് പരിശീലനം നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ഈ അധ്യയന വർഷം 30 സ്കൂളിലെ കുട്ടികൾക്ക് പരിശീലനത്തിന് അവസരമുണ്ടാകും. അടുത്ത അധ്യയന വർഷം 45 സ്കൂളിലേക്ക് കൂടി സുരക്ഷാ ബസ് കടന്നു ചെല്ലും. മീഡിയ 1 ദുബായ്. ദുബായ് KMCCയുടെ പുതിയ കമ്മിറ്റി മരവിപ്പിച്ചു. ദുബായ് കമ്മ്യൂണിറ്റി അതോറിറ്റിയുടെ അനുമതിയില്ലാത്തതിനെ തുടർന്നാണ് നടപടി. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വമാണ് പുതിയ കമ്മിറ്റിയെ നോമിനേറ്റ് ചെയ്തത്. ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി അംഗീകാരമുള്ള സംഘടനയാണ് KMCC. തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡം പാലിക്കാത്തത് അതോറിറ്റി ചോദ്യം ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് കമ്മിറ്റി മരവിപ്പിക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലേക്ക് പുതിയ അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നറുക്കെടുപ്പ് അടുത്തയാഴ്ച നടക്കും. LKG UKG ക്ലാസുകളിലേക്കുള്ള അഡ്മിഷനാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത്. മറ്റു ക്ലാസുകളിലേക്കുള്ള പ്രവേശനം യോഗ്യതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുക. പുതിയ അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾക്ക് കഴിഞ്ഞ മാസം തുടക്കം കുറിച്ചിരുന്നു. സ്കൂൾ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സ്വീകരിച്ചിരുന്നത്. LKG UKG ക്ലാസുകളിലേക്കുള്ള പ്രവേശനം മുൻ വർഷങ്ങളെ പോലെ ഇത്തവണയും അപേക്ഷകരിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഈ മാസം 27-ന് ബോയ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നറുക്കെടുപ്പ് നടക്കും. വൈകുന്നേരം 4:30 മുതൽ രാത്രി 8:30 വരെ LKG ക്ലാസുകളിലേക്കും 8:30 മുതൽ 9:30 വരെ UKG ക്ലാസുകളിലേക്കുമായിരിക്കും നറുക്കെടുപ്പ്. നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മാർച്ച് 13, 14, 17, 18 തീയതികളിലായി അസൽ രേഖകളുമായി സ്കൂളിൽ നേരിട്ടെത്തി പ്രവേശന നടപടികൾ പൂർത്തിയാക്കണം. 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കും +1 ക്ലാസ്സിലേക്കുമുള്ള അപേക്ഷകരിൽ പ്രത്യേക യോഗ്യതാ പരീക്ഷ നടത്തി ലഭിക്കുന്ന മെറിറ്റ് ലിസ്റ്റിൽ നിന്നായിരിക്കും പ്രവേശനം. 9ാം ക്ലാസ് വരെയുള്ള അപേക്ഷകർക്കുള്ള പരീക്ഷ മാർച്ച് 24-നും +1 ക്ലാസ്സിലേക്കുള്ള പരീക്ഷ ഏപ്രിൽ 7-നുമായാണ് നടക്കുക. പ്രവേശന പരീക്ഷകൾക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് മാർച്ച് 15-ന് സ്കൂൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ജിദ്ദയിലെ പല സ്വകാര്യ ഇന്ത്യൻ സ്കൂളുകളും പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനാവാതെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അതിനാൽ കോൺസുലേറ്റിന് കീഴിലുള്ള ഇന്ത്യൻ സ്കൂളിൽ തങ്ങളുടെ കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കാനായി ആയിരക്കണക്കിന് രക്ഷിതാക്കളാണ് കാത്തിരിക്കുന്നത്. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. നടിയെ ആക്രമിച്ച കേസിൽ നിയമ നടപടി നേരിടുന്ന നടൻ ദിലീപ് വീണ്ടും ദുബായിലെത്തി. തന്റെ പുതിയ ചിത്രത്തിന്റെ ട്രെയിലറും പാട്ടും റിലീസ് ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് ദിലീപ് ദുബായിലെത്തിയത്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലെ നോവോ സിനിമാസിലായിരുന്നു കോടതി സമക്ഷം ബാലം വക്കീൽ എന്ന ചിത്രത്തിന്റെ ട്രെയിലറും ഗാനങ്ങളും പുറത്തിറക്കുന്ന ചടങ്ങ്. ദുബായിലെ ദിലീപ് ഫാൻസ് അസോസിയേഷനും നോവോ സിനിമ വേൾഡ് വൈഡ് ഫിലിംസ് അധികൃതരും ദിലീപിന് വരവേൽപ്പ് നൽകി. ദുബായിലെ കാണികൾ സമക്ഷം ബാലൻ വക്കീൽ. ജീവിതം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ ഫൈറ്റാണ്. അവിടെ നമുക്ക് താങ്ങും തണലുമായിട്ടുള്ളത് സ്നേഹമെന്ന വികാരമാണ്. അപ്പോൾ ശരിക്കും ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ഈ ഫാമിലി എന്ന് പറയുന്ന ഒരു വലിയ സംഭവമുണ്ട്. റിലീസ് ചടങ്ങിന് മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംവിധായകൻ B. ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു. വാർത്താ സമ്മേളനത്തിൽ ദിലീപ് പങ്കെടുത്തിരുന്നില്ല. വിക്കനാണ് ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത്. ഒരു ലോയറാണ്. അയാൾക്ക് നിയമപരമായ ജ്ഞാനമൊക്കെ ഉണ്ട്, പക്ഷേ അയാൾക്കത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും സ്കില്ലുള്ള നടൻ ദിലീപാണ്. ഈ മാസം 21 വരെ ദോഹ, ദുബായ് എന്നിവിടങ്ങൾ സന്ദർശിക്കാനാണ് ദിലീപിന് എറണാകുളം സെഷൻസ് കോടതി അനുമതി നൽകിയിരിക്കുന്നത്. ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷാർജ കുട്ടികളുടെ ബിനാലെ ആരംഭിച്ചു. ഷാർജ മുഗൈദർ ചിൽഡ്രൻസ് സെന്ററിൽ ഒരുക്കിയ ബിനാലെ കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസ്മിയുടെ പത്നിയും ഫാമിലി അഫയേഴ്സ് സുപ്രീം കൗൺസിൽ ചെയർപേഴ്സണുമായ ഷെയ്ഖ ജവാഹർ ബിൻ മുഹമ്മദ് അൽ കസ്മിയുടെ മേൽനോട്ടത്തിലാണ് കുട്ടികളുടെ ബിനാലെ. അൽ കസ്ബ, അജ്മാൻ മറീന 1, ദുബായ് ലാസ്റ്റ് എക്സിറ്റ് എന്നിവിടങ്ങളിലും പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. പ്രവേശനം തീർത്തും സൗജന്യമാണ്. അടുത്ത മാസം 20 വരെ നീണ്ടുനിൽക്കുന്ന മേളയിൽ 6 രാജ്യങ്ങളിൽ നിന്നുള്ള 6-നും 18-നും ഇടയ്ക്കുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നത്. 48 നൂതന ആശയങ്ങളാണ് ഇത്തവണ ബിനാലെയിൽ അവതരിപ്പിക്കുന്നത്. This year we focused on 3 main criteria, and that being creativity, design, environment and helping others. ചിത്രങ്ങൾ, പെയിന്റിങ്ങുകൾ, ശില്പങ്ങൾ തുടങ്ങിയവ വിവിധ ഹാളുകളിലായി ഒരുക്കിയിട്ടുണ്ട്. മത്സരങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, ശില്പശാല, സെമിനാറുകൾ, ചർച്ച, സംവാദം, അഭിമുഖം തുടങ്ങിയവയും
ഉണ്ടാകും. വിജയികൾക്ക് മികച്ച സമ്മാനങ്ങളാണ് നൽകുക. നിത്യവും രാവിലെ 8 മുതൽ രാത്രി 8 വരെയും വെള്ളിയാഴ്ച 4 മുതൽ രാത്രി 8 വരെയുമായിരിക്കും പ്രവേശനം. മീഡിയ 1 ഷാർജ. ഒമാൻ ക്യാൻസർ അസോസിയേഷനും ഇൻഫിനിറ്റി ബാൻഡും സംയുക്തമായി സംഗീത നിശ ഒരുക്കുന്നു. കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സംഗീത വിരുന്ന് ഒരുക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. പനസിയ 2019 എന്ന പേരിൽ ഏപ്രിൽ 26-ന് റൂവി അൽ ഫലജ് ഹോട്ടലിലാണ് പരിപാടി അരങ്ങേറുന്നത്. സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ 2004-ൽ സ്ഥാപിതമായ ഒമാൻ ക്യാൻസർ അസോസിയേഷനാണ് തങ്ങളുടെ പ്രവർത്തന വിപുലീകരണത്തിന്റെ ഭാഗമായി പനസിയ 2019 സംഘടിപ്പിക്കുന്നത്. മസ്കറ്റ് കേന്ദ്രീകരിച്ച് ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ നയിക്കുന്ന സംഗീത ബാൻഡാണ് ഇൻഫിനിറ്റി. ഇതിനോടകം നിരവധി സ്റ്റേജ് ഷോകളിലൂടെ മികവറിയിച്ചിട്ടുള്ള ഇൻഫിനിറ്റി ബാൻഡ് കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഒമാൻ ക്യാൻസർ അസോസിയേഷനുമായി ചേർന്ന് സംഗീത വിരുന്ന് ഒരുക്കുന്നത്. മീഡിയ 1 മസ്കത്ത്. അറബിക്കടലിൽ റിക്ടർ സ്കെയിലിൽ 5.1 രേഖപ്പെടുത്തിയ ഭൂചലനം. ഇന്ന് വൈകുന്നേരം 4:33ഓടെയാണ് ഭൂചലനമുണ്ടായതെന്ന് സുൽത്താൻ ഖാബൂ സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചു. സലാല തീരത്ത് നിന്ന് 250 കിലോമീറ്റർ അകലെ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സുനാമി സാധ്യതയില്ലെന്ന് സിവിൽ ഏവിയേഷൻ പൊതു അതോറിറ്റിയും അറിയിച്ചു. ഇന്ത്യൻ എണ്ണ കമ്പനിയുമായി ഇനോക്ക് നയതന്ത്ര സഖ്യം പ്രഖ്യാപിച്ചു. ഗവേഷണ വികസന പ്രവർത്തനങ്ങളിൽ യോജിച്ചുള്ള മുന്നേറ്റത്തിനാണ് സഖ്യം. 0.5% മുതൽ 3.5% വരെയുള്ള സൾഫർ ക്യാമ്പിന് യോജിച്ച സിലിണ്ടർ ഇരു കമ്പനികളും സംയുക്തമായി രൂപകൽപ്പന ചെയ്യും. ഇതുവഴി സമുദ്ര എണ്ണ മേഖല കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാകും. സൗദിയിൽ OICC ഉനൈസ ഘടകത്തിന്റെ കീഴിൽ നാളെ അൽബറോണ ഓഡിറ്റോറിയത്തിൽ ആരോഗ്യ സെമിനാറും കലാപരിപാടികളും നടക്കും. പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഡോക്ടർ ലൈജു ക്ലാസ് എടുക്കും. ഭാരവാഹികളായ കുഞ്ഞുമൽ ഷാമുവൽ, സാലി കരുവാറ്റ, പ്രിൻസ് ജോസഫ്, ജംഷീദ് കുന്നത്ത്, അബ്ദുൾ റഹ്മാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഖുർആൻ സ്വന്തം കൈപ്പടയിൽ എഴുതി മദീന മുനവറയിലെ ലൈബ്രറിക്ക് കൈമാറിയ പെരിന്തൽമണ്ണ മാനത്തുമംഗലം സ്വദേശി ചാത്തോലി പറമ്പിൽ മുഹമ്മദിനെയും ജനകീയ ഡോക്ടർ അലിയെയും ശാന്തപുരം മഹല്ല് വെൽഫെയർ അസോസിയേഷൻ ജിദ്ദ കമ്മിറ്റി ആദരിച്ചു. നാസർ ശാന്തപുരം, ഇബ്രാഹിം ആലിപ്പറ്റ എന്നിവർ മൊമന്റോ കൈമാറി. ബീരാൻ ആനമങ്ങാടൻ, ഇബ്രാഹിം ഷംനാട്, റഹീം KH, നിസാർ KK തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് സ്വദേശി സൗദി അറേബ്യയിലെ ബുറൈദയിൽ വെച്ച് അന്തരിച്ചു. നെല്ലിയാമ്പതി പല്ലം സലീമാണ് മരിച്ചത്. 2 വർഷത്തോളമായി ബുറൈദയിലെ മോഡേൺ ബേക്കറിയിൽ ജോലി ചെയ്തു വരികയാണ്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. 1 മാസം മുൻപ് നാട്ടിൽ നിന്ന് ബഹ്റൈനിലെത്തിയ മലയാളി ജീവനൊടുക്കി. കോട്ടയം കാട്ടാച്ചിറ സ്വദേശി സച്ചിൻ മോഹനാണ് മരിച്ചത്. രക്തസമ്മർദ്ദത്തിനുള്ള ഗുളികകൾ അമിതമായി കഴിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സ്വകാര്യ കമ്പനിയിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ദമാം ദല്ല FC പുതിയ സീസണിലേക്കുള്ള ജേഴ്സി പ്രകാശനവും ടൈറ്റിൽ പ്രഖ്യാപനവും നടന്നു. അല്ലബീർ ബ്രാഞ്ച് മാനേജർ നജ്മുനിസാർ റിയാസ് ടീം ക്യാപ്റ്റൻ അനീസിന് ജേഴ്സി നൽകി പ്രകാശനം ചെയ്തു. ഫ്രാങ്കോ ജോസ്, ഷെരീഫ് മാണിയൂർ, മാലിക് മഖ്ഫൂൽ, റഫീഖ് കൂട്ടിലങ്ങാടി എന്നിവരും പങ്കെടുത്തു. ലുലു ഗ്രൂപ്പ് സൗദിയിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ നടന്ന ഇന്ത്യ സൗദി ബിസിനസ് ഫോറത്തിൽ ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയാണ് ഇക്കാര്യം അറിയിച്ചത്. 100 കോടി റിയാൽ നിക്ഷേപത്തിൽ 2020ഓടെ 20 ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി ആരംഭിക്കുമെന്ന് യൂസഫ് അലി വ്യക്തമാക്കി. ഇറാനിൽ നിന്ന് കടൽ വഴി ബഹ്റൈനിലേക്ക് കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് പിടികൂടി. പ്രതികളിൽ നിന്ന് 1.65 ദശലക്ഷം ദിനാർ വില വരുന്ന മയക്കുമരുന്നാണ് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം പിടികൂടിയത്. പ്രതികളെ റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ഖത്തറിലെ ആസ്റ്റർ DM ഹെൽത്ത് കെയർ നടത്തുന്ന 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാൻസർ ബോധവൽക്കരണത്തിന് തുടക്കമായി. ഐ ആം ആൻഡ് ഐ വിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ. ഫെബ്രുവരി ആദ്യവാരം മുതൽ ആരംഭിച്ച വിവിധ പരിപാടികളിൽ ഇതിനോടകം തന്നെ 800-ലധികം ആളുകൾ പങ്കെടുക്കുകയും 600-ലധികം ആളുകൾ ക്യാൻസർ അവബോധവുമായി ബന്ധപ്പെട്ട് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഖത്തറിലെ വിവിധ അസോസിയേഷനുകൾ, സ്കൂളുകൾ, കോർപ്പറേറ്റുകൾ തുടങ്ങിയവയുമായി ചേർന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ആസ്റ്റർ അധികൃതർ അറിയിച്ചു. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഉലമ ഉമറ കോൺഫറൻസ്
സമസ്ത ബഹിഷ്കരിക്കും. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ മലപ്പുറത്താണ് ഉലമാ ഉമറ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ എന്നിവർ സംഗമത്തിൽ പങ്കെടുക്കില്ല. മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനത്തിലെ ചില പരിപാടികളോടുള്ള വിയോജിപ്പാണ് ബഹിഷ്കരണത്തിന് കാരണം. മുജ്തബ വിശദാംശങ്ങളുമായി ചേരുന്നു. മുജ്തബ, എന്താണ് വിവരങ്ങൾ? നിയാസ്, നേരത്തെ തന്നെ മുസ്ലിം ലീഗിന്റെ ചില നിലപാടുകളുമായി സമസ്ത വിഭാഗങ്ങൾക്ക് ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. മുത്തലാഖ് വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിൽ പങ്കെടുക്കാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ പരസ്യമായി തന്നെ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പൊതുവേദിയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥയിലെ രണ്ടാം നിര പുതുതലമുറ നേതാക്കൾക്ക് മുസ്ലിം ലീഗുമായി വേണ്ടത്ര അടുപ്പമില്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ചില നിലപാടുകളോട് കടുത്ത വിയോജിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം മുസ്ലിം ലീഗും തിരിച്ചറിഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായാണ് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഉലമ ഉമറ കോൺഫറൻസ് സംഘടിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ പരിപാടിയിലേക്കായിരുന്നു സമസ്തയിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ, പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരും രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ ജില്ലാ സമ്മേളനത്തിന്റെ ചില പരിപാടികളോട് ആ പരിപാടികൾ നടത്തുന്നതിനോടുള്ള ചില വിയോജിപ്പുകളാണ് ഇത്തരത്തിലൊരു കടുത്ത തീരുമാനം. നാളെ നടക്കുന്ന ഉലമാ ഉമറ കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സമസ്ത നേതാക്കളെ നയിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.